ലീഗ് തുള്ളിയാൽ എത്രത്തോളം? ഈ ചോദ്യം ചോദിക്കുവാൻ പ്രാപ്തിയുള്ള ഒരൊറ്റ നേതാവെങ്കിലും കോൺഗ്രസ് പാർട്ടിയിലുണ്ടോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ഒരു നേതാവിനെ കോൺഗ്രസ് പാർട്ടിയുടെ ആ പ്രോട്ടോകോൾ അനുസരിച്ച് അവരുടെ നിരീക്ഷകർ വന്ന് നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിച്ച ഒരു കാൻഡിഡേറ്റിനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുവാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന അവരുടെ കയ്യിലെ ഒരു കളിപ്പാവയെ റെക്കമെൻഡ് ചെയ്യുന്നു. അവരുടെ പിടിവാശി മൂലമാണ്, അവരുടെ ഭീഷണി മൂലമാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുവാൻ സാധിക്കാത്തത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പലരും പലവട്ടവും ചോദിച്ച കാര്യമാണ്, ഒരു ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കാര്യം എന്താണ്? അതിനെ അനുവദിക്കുന്നത് എന്തിനാണ്? ലീഗിൻ്റെ ഏതെങ്കിലും ഒരു നേതൃത്വ സ്ഥാനത്തുള്ളവരെ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും അവിടെ കയറി അഭിപ്രായം പറയുമോ? ഇനി അഥവാ അവിടെ അഭിപ്രായം പറഞ്ഞാൽ അവർ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും? ഇത്തരം വളഞ്ഞ വഴിയിൽ ഒരു അട്ടിമറിക്ക് ശ്രമിച്ചാൽ അവർ എന്ത് ചെയ്യുമെന്ന് മാത്രം ആലോചിക്കുക. അതുപോലെ ഇതുപോലെ കളങ്കിതനായ മാഫിയകളുടെ കയ്യിലെ ഒരു കളിപ്പാവയായ ഈ വി.ഡി. സതീശനെ വെച്ച് ലീഗ് കോൺഗ്രസിന് വില പറയുവാൻ ശ്രമിച്ചാൽ പോയി പണി നോക്കിയിടാ എന്ന് പറയുവാനുള്ള ആംബിയർ കോൺഗ്രസ് നേതൃത്വം കാണിക്കണം. കാരണം 22 സീറ്റാണ് ലീഗിനുള്ളത്. ഇതിനെ ഒരു പഠന വിഷയമാക്കേണ്ടുന്ന കാര്യമാണ്. മലബാറിലെ ചില കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് ജനസംഖ്യ പെരുപ്പിച്ച് അവിടെ മറ്റാരും വളരാൻ വയ്യാത്ത രീതിയിൽ ഒരു വടവൃക്ഷം പോലെ, ഒരു ആല് പോലെ വളർന്ന് പന്തലിച്ച് തങ്ങൾക്കെതിരെയും ആരും നിൽക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് അവസാനം വളരെ സൈലന്റ് വോൾക്കാനോ ആയി ഇറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ഭീകരതയെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്, സമയമാണ് ഇത്. ഒരു ഘടകകക്ഷിയാണ്, വളരെ മാന്യമായി അവർ അതിൻ്റെതായ അന്തസ്സ് കാത്തു സൂക്ഷിച്ച് ഇത്രയും പോയിട്ട് അവസാന നിമിഷം ഇതേപോലുള്ള ഈ മാഫിയകളുടെ കയ്യിലെ കളിപ്പാവയാകുവാൻ യോഗ്യതയുള്ള ഒരുത്തനെ സപ്പോർട്ട് ചെയ്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച് ഇതിലൊരു പ്രതിസന്ധി ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ലീഗിനോട് പോയി പണി നോക്കിനട എന്ന് പറയുവാനുള്ള ആംബിയർ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള കെ.സി. വേണുഗോപാൽ അത് പറയുവാൻ സാധിക്കണം. കാരണം 22 സീറ്റ് കൊണ്ടും നീയൊന്നും ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല, വരട്ടങ്ങ് മലപ്പുറത്ത് കൊണ്ടുവച്ചാൽ മതി എന്ന് പറയുവാനുള്ള ആ ധൈര്യം, ആ ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണം. ഇവന്മാർ എന്തു ചെയ്യും? ചൊറിയും കുത്തി മിണ്ടാതെ ഇരിക്കും. കോൺഗ്രസ് നേതൃത്വത്തിന്റെ കാലിൽ ഇവന്മാർ വന്ന് വീഴും. കാരണം ഈ 22 സീറ്റും കൊണ്ട് ഇവന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ LDF-ന് 35 സീറ്റുകളാണുള്ളത്. ആ 35 സീറ്റിന്റെ കൂടെ ഇവരുടെ 22 സീറ്റ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്രയായി? 57 സീറ്റ് മാത്രം. ആ 57 സീറ്റ് കൊണ്ട് ഇവിടെ കേരളത്തിൽ ഇവന്മാർക്ക് ഭരണം പിടിക്കാൻ പറ്റുമോ? മിണ്ടാൻ പറ്റത്തില്ല. ഇനി ജോസഫിന്റെ പാർട്ടികളെയും കൂടെ എടുത്തു എന്ന് വെക്കുക, എത്ര വരും? ഒരു 62-63 സീറ്റുകളോടെ വരും. ബാക്കിയുള്ള എല്ലാവരെ തപ്പിപ്പറിക്കിയാൽ പോലും കേവല ഭൂരിപക്ഷം തികയ്ക്കുവാൻ സാധിക്കത്തില്ലാത്തത് കൊണ്ട് ഇത്രയും മിന്നും വിജയമാണ് കോൺഗ്രസിന് തനിച്ച് കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. ആ മാൻഡേറ്റ് ഉപയോഗിച്ച് ഈ തീവ്രവാദ സംസാരം നടത്തുന്നവന്മാരെ, ഈ ഗുണ്ടായിസം നടത്തുവാൻ ശ്രമിക്കുന്നവരെ, ഈ അട്ടിമറി നടത്തുവാൻ ശ്രമിക്കുന്നവരെ പോയി പണി നോക്കിനടാ എന്ന് പറഞ്ഞ് പുറത്തിറക്കുവാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണം. അതാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ ഞഞ്ഞാ കുഞ്ഞാ പറഞ്ഞ് ഇവന്മാരുടെ ആ സ്വാധീനത്തിനും ഭീഷണിക്കും മുഴക്കി യുവമാരുടെ കയ്യിലെ കളിപ്പാവയാകാൻ സാധ്യതയുള്ള ഒരു സോഷ്യോപാത്തിനെ തെരഞ്ഞെടുക്കുവാൻ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കത്തില്ല. വരട്ട് അങ്ങ് മലപ്പുറത്ത് കൊണ്ടുവച്ചാൽ മതി എന്ന് പറയുവാനുള്ള ആർജവം ഇനിയെങ്കിലും കെ.സി. വേണുഗോപാലും കോൺഗ്രസ് നേതൃത്വവും കാണിക്കണം. കാരണം ഇവന്മാരെ കൊണ്ട് ഒരു പുണ്ണാക്കും ഇവിടെ ചെയ്യാൻ സാധ്യമല്ല. ഭരണമില്ലാതെ മിണ്ടാതിരിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാക്കും. ഇവന്മാരുടെ ആരുടെയും സഹായമില്ലാതെ അപ്രകാരം വലിയ വകുപ്പെടുത്ത് വലിയ മൂച്ച് കാണിച്ചു പോയാൽ അത്
കോൺഗ്രസിന് നന്നാകും. കാരണം കോൺഗ്രസിലെ മിടുക്കന്മാരായ ആളുകൾക്ക് കുറഞ്ഞത് 6-7 പേർക്കെങ്കിലും മന്ത്രിസ്ഥാനം ഉൾപ്പെടെ കൊടുക്കുവാൻ സാധിക്കും. സ്വന്തം പാർട്ടിയിലെ അണികളെ ഹാപ്പിയാക്കി നിർത്തുവാൻ സാധിക്കും. അതുകൊണ്ട് ആ വിരട്ടും വിളച്ചിലുമൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറയുവാനുള്ള ആർജവം ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം കാണിക്കണം. അതുപോലെ തന്നെ ഈ വിജയിച്ച MLA-മാരെ തെരുവിൽ കൈകാര്യം ചെയ്യാൻ വരുമ്പോൾ ഈ വരുന്ന ഈ ഗുണ്ടകൾ, ഈ തീവ്രവാദികളെ തെരുവിൽ കൈകാര്യം ചെയ്യാനും അവൻ്റെയൊക്കെ മുഖത്ത് നോക്കി പോയി പണി നോക്കിനടാ നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊന്ന് കാണിച്ചു നോക്ക് എന്ന് പറയുവാനുള്ള ആർജവം ഉണ്ടാവണം. അതുപോലെ ഓരോരോ മണ്ഡലങ്ങളിലും ഞങ്ങളങ്ങ് കാണിച്ചു തരുമെന്ന് പറയുമ്പോൾ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറയുവാനുള്ള ആർജവവും ഈ വിജയിച്ച MLA-മാർക്കുണ്ടാവണം. ദാദാഗിരികളും ഈ തിണ്ണമെടുക്കുമൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി എന്ന് പറയുവാനുള്ള ആർജവം ഇനിയെങ്കിലും ഉണ്ടാവണം. അതുകൊണ്ട് ചെമ്മീൻ ചാടിയാൽ എത്രത്തോളം എന്ന് നമ്മളൊരു ചൊല്ലുണ്ട്. ലീഗ് ചാടിയാലും നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ചട്ടിയോളം എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കത്തുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ചാട്ടം വെറുതെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ലീഗിൻ്റെ വിരട്ടലോ ലീഗിൻ്റെ വിലപേശലിലോ പേടിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. വളരെ ശക്തിയുക്തം കോൺഗ്രസ് നേതൃത്വം എന്താണ് തീരുമാനിക്കുന്നത് എന്നത് പ്രഖ്യാപിക്കുക. ആരെയും പേടിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. നാളെ വരാൻ പോകുന്നതിനെക്കുറിച്ച് ഇന്ന് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതിനുള്ള മാൻഡേറ്റ് അതിലാര് കെറുപിച്ചെന്ന് പറഞ്ഞാലും കാര്യമില്ല. അതിനുള്ള ശക്തമായ മാൻഡേറ്റ് ഇന്ന് കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പോയി പണി നോക്കിനടാ എന്ന് പറയാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങളെ തെരുവിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യും എന്ന ആ അവസ്ഥ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.